ശുഭാശയങ്ങൾ. Let's go. നേരം വെളുക്കുമ്പം പുറപ്പെട്ടതാണ്. സൂര്യൻ്റെ ചൂട് കൂടും മുന്നേ മുതുമലൈ ഫോറസ്റ്റെങ്കിലും കടക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ പ്രതീക്ഷകളെല്ലാം തെറ്റി ഏകദേശം ഒരു 12:30 മണിയാകുമ്പോഴാണ് മുതുമലൈ ഫോറസ്റ്റ് കടക്കുന്നത്. കർണാടകയുടെ സംസ്ഥാനത്തിൻ്റെ ഏകദേശ കാടുകളിലൂടെ ബന്ദിപ്പൂർ കാടുകളിലൂടെ കടന്നു വന്നിട്ടുണ്ടെങ്കിലും തമിഴ്നാട് ഫോറസ്റ്റിലേക്ക് കടക്കുന്ന വൈകി. അപ്പോൾ ഞങ്ങളൊരു ആപ്പിളൊക്കെ കഴിച്ചിട്ട് പോവുകയാണ് കേട്ടോ. എന്തായാലും യാത്രകൾ കുറച്ച് സ്പീഡ് കൂടി പോകുന്നുണ്ട്. കാരണം എന്ത് വെച്ചാൽ ചൂട് കൂടി വരികയാണ്. മൃഗങ്ങളെ കാണുന്നത് കഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം പകൽ സമയങ്ങളിൽ 6 മണിക്ക് മുതുമലൈ ഫോറസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്തിലാണ് കൂടുതൽ മൃഗങ്ങൾ മുന്നോട്ട് വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെയാണ് മുതുമലൈ ഫോറസ്റ്റ് കടന്നത്. ഇതിന് ഏകദേശം കുറച്ചൊരു അവസാനം എത്തിയപ്പോൾ ഒരു കാട്ടാനയെ കണ്ടു. പക്ഷേ സൂക്ഷിച്ച് നോക്കിയാൽ അത് കാട്ടാനയല്ല കേട്ടോ, അത് നാട്ടാനയാണ്. അവിടെ കുറച്ച് വീടുകളുണ്ട് എന്ന് പിന്നെയാണ് കാണുന്നത്. അപ്പോൾ ഏകദേശം ഊഹം കിട്ടി ആ മൃഗത്തെ വളർത്തുന്നത് ആ നാട്ടിലുള്ളവരാണെന്ന്. എന്തായാലും യാത്ര തുടരുകയാണ്. കുറച്ചങ്ങോട്ട് പോകുമ്പോൾ മുതുമലൈ ഫോറസ്റ്റിൻ്റെ ഭംഗി വളരെ മനോഹരമാണ്. റോഡുകളെല്ലാം വളരെ സൂപ്പർ റോഡുകളാണ് കേട്ടോ. നല്ല പുതുതായിട്ട് ധാറൊക്കെ ഇട്ട് നല്ല സെറ്റ് ചെയ്തിട്ടുള്ള റോഡുകളാണ് മുതുമലൈ ഫോറസ്റ്റിലൂടെ കടന്നു പോകുന്നത്. സൈഡുകളിലെല്ലാം കുറേ കോട്ടേജുകളും അപ്പാർട്ട്മെൻറ്റുകളും എല്ലാം ഉണ്ട്. കാരണം കുറേ റെസ്റ്റ് എടുക്കുന്നവരും യാത്രികരായ ആളുകൾക്കൊക്കെ താമസിക്കാനൊക്കെയുള്ള ഒരു ഇടമാണ് കേട്ടോ. എന്തായാലും ടാക്സി വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്യണം. ഇത് ഒരു മുതലക്കുളം എന്നൊക്കെ പറയാം. ഉള്ള സ്ഥലമാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഈ സൈഡിൽ കണ്ടത്. എന്തായാലും അവിടെ നിന്നും നമ്മൾ യാത്രകൾ തുടങ്ങിയാണ്. മുതലയെ കാണാൻ നമുക്ക് കഴിഞ്ഞില്ല. മാനുകളെങ്കിലും കാണാൻ പറ്റുമോ എന്ന് മുതുമലൈ ഫോറസ്റ്റിലൂടെ കടന്നു പോകുമ്പോൾ ആശിച്ചു. ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെയും മുത്തങ്ങ ഫോറസ്റ്റിലൂടെയും പോയപ്പോൾ ആനകളെയും മാനുകളെയും കുരങ്ങനെയും കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ റീൽസിലും ഇതിലും ട്രെൻഡിങ്ങായി ഓടുന്ന അതിലെല്ലാം കാണുന്ന പോലെ പുലിയെയും കരടിയെയും ഒന്നും ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. സമയത്തിൻ്റെ പ്രശ്നമാണത്. എന്തായാലും സമയം നമ്മൾ പകലുകളോ അതോ രാത്രികളോ ഇതിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഇതെല്ലാം കാണാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ കാടിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ പകലിലൂടെയുള്ള യാത്രകൾ തന്നെയാണ് വളരെ മനോഹരം. ഒരുപാട് പേര് രാത്രികളിലെ യാത്രകളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ രാത്രികളിൽ നമ്മൾക്ക് കാഴ്ചകൾ കുറവായിരിക്കും. മൃഗങ്ങളെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മൃഗശാലകളിൽ പോയാൽ മതിയായിരുന്നല്ലോ. എന്തിനാണ് ഈ രാത്രികളിൽ യാത്ര മൃഗങ്ങളെ കാണാൻ വേണ്ടി മാത്രം പോകുന്നത്? റോഡിൻ്റെ ഭംഗിയും റോഡിൻ്റെ ആകൃതിയും കാടിൻ്റെ ഭംഗിയും കാടിൻ്റെ മരങ്ങളുടെ ആകൃതിയും എല്ലാം ആഗ്രഹിച്ചും കണ്ടും കൊതിച്ചും പോകണമെങ്കിൽ ഇതുപോലെ പകലിലെ യാത്രകൾ തന്നെ ഇഷ്ടപ്പെടണം. എത്ര മനോഹരമാണ്. നിങ്ങൾക്ക് അൺകട്ട് ചെയ്യാതെയാണ് ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ ഇതിലേറെ ഭംഗി വേറൊരു കാഴ്ചകൾക്കില്ല എന്ന് തന്നെ അറിയാം. ഓരോ കാടുകൾ കടന്നു പോകുമ്പോഴും ഇത്രയേറെ ഭംഗികൾ ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. മുതുമലൈ ഫോറസ്റ്റ് തമിഴ്നാടിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അവർ ഭംഗിയായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ രാഷ്ട്രീയ പോരുകൾ വല്ലാതെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഏകാധിപത്യമായ ഒരു ഭരണമാണ് സ്റ്റാലിൻ നടത്തുന്നത് കൊണ്ട് തന്നെ പുതിയ റോഡുകളെല്ലാം വളരെ ഭംഗിയായി തന്നെയാണ് അവിടെ കാഴ്ച കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഞങ്ങൾ കിലോമീറ്ററുകളോളം പുറപ്പെട്ടിട്ടുണ്ടോ. മസിനഗുഡി ലക്ഷ്യമാക്കിയാണ് യാത്ര. ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മസിനഗുഡി എന്ന ഒരു പ്രദേശത്തേക്കാണ് ഇനി യാത്ര. ആ യാത്രകൾ എത്ര കിലോമീറ്ററുകളുണ്ട് എന്ന് അറിയില്ല. എന്നാലും ഞാൻ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഏകദേശം ഒരു ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗമെല്ലാം കണ്ടു. എനിക്ക് തോന്നുന്നത് മുതുമലൈ ഫോറസ്റ്റിൻ്റെ ഒരു എൻഡായി തുടങ്ങിയിട്ടുണ്ട്. മസിനഗുഡിയുടെ ഫസ്റ്റും. അപ്പം മസിനഗുഡിയുടെ തുടക്കമാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആ ഫോറസ്റ്റിൻ്റെ അങ്ങേപ്പുറം കടന്നു. ഇവിടെ ചെക്ക് പോസ്റ്റ് മാത്രമേ ഉള്ളൂ. അവിടെ ക്യാഷ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഏതാനും യാത്രകൾ തുടർന്നു. പച്ചപ്പിൽ വരുന്നുണ്ടെങ്കിലും വളരെയധികം ഡ്രൈ ആയിട്ടാണ് അവിടുത്തെ കാലാവസ്ഥ നിൽക്കുന്നത്. വളരെ തണുപ്പിൻ്റെ കാലാവസ്ഥ വരുന്നത് പോലെ ഒരു ഫീലിംഗ് കേട്ടോ. ഏകദേശം മസിനഗുഡിയിലേക്ക് കടക്കാനായി തോന്നുന്നുണ്ട്. മസിനഗുഡി ടൗണിൻ്റെ ഏകദേശ ഭാഗങ്ങൾ എത്തിയിട്ടുണ്ട്. മസിനഗുഡി എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രദേശമൊന്നുമല്ല കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗണും ആളുകളൊക്കെ താമസിക്കുന്ന വലിയൊരു ടൗൺ തന്നെയാണ് മസിനഗുഡി. മസിനഗുഡിയുടെ ഒരു ഭാഗം മാത്രമാണ് വരുന്നത്. എന്തായാലും നമ്മുടെ വീഡിയോ മസിനഗുഡിയിലേക്കുള്ള യാത്ര എന്ന രീതിയിൽ അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ മസിനഗുഡിയുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഹെയർപിൻ വളവുകൾ കൂടിയിട്ടുള്ള യാത്രകളും ഊട്ടിയിലേക്കുള്ള യാത്രകളുമാണ് അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.